ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം ഓക്കെ ആയിരിക്കുന്നു. ഞാൻ ഇന്ന് കുറച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. നമുക്ക് കുറച്ച് വർത്തമാനം ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ എത്തിയത്. എൻ്റെ കരിയർ കാര്യങ്ങൾ, എൻ്റെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു ജേണി, അതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ക്രിയേറ്റീവ് സൈഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. PG പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ജേർണലിസത്തിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ആസ് യൂഷ്വൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ജേർണലിസം ഫീൽഡിൽ തന്നെയാണ്. ജേർണലിസം ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത് പ്രിൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് നാട്ടിലും ഒന്നുമല്ല, ദൂരെയായിരുന്നു. ട്രിവാൻഡ്രത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് നാട്ടിലൊന്നുമല്ല, ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ട്രിവാൻഡ്രത്താണ് ജോബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഓരോ കാര്യവും. കാരണം ഓൾറെഡി ഹോസ്റ്റലിലാണ്, അതിൻ്റെതായ പ്രോബ്ലംസ് നമുക്കറിയാം. ഫുഡ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈറ്റ് ആയിരുന്നു എൻ്റെ വർക്ക്. നൈറ്റ് മീൻസ് ഒരു 2 o'clock, ഒരു 3 മണി അല്ല 2 മണി 3 മണി ആ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് ഒരു 11-12 മണി വരെ ആയിരുന്നു വർക്കിൻ്റെ ഒരു ഷെഡ്യൂൾ. അങ്ങനെയായിരുന്നു. പിന്നെ പ്രിന്റിൽ വർക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അത് അത് നമുക്ക് ആ ഒരു പ്രോബ്ലം തന്നെയാണല്ലോ. നമ്മുടെ ആ ഒരു ശീലങ്ങളെല്ലാം ടോട്ടലി മാറുവാണ്. ഫുഡ് കാര്യങ്ങളെല്ലാം മാറുവാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വേറെ ഉണ്ടായിരുന്ന ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീവൊന്നും ഇല്ലാതെയായിരുന്നു വർക്ക് ചെയ്തത്. ലീവ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഓഫ് ഉണ്ടല്ലോ ഇങ്ങനെ വീക്കിലി ഉള്ള ഒരു സൺഡേ ആണ് എല്ലാവർക്കും ഓഫ് വരുന്നത്. അപ്പോൾ ഈ പ്രിന്റിലായതുകൊണ്ട്, ജേർണലിസം ഫീൽഡിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഓഫ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫ് നമുക്ക് കിട്ടും. അത് നമുക്ക് വേറെ എവിടെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് എടുക്കാം. പക്ഷെ നമുക്കങ്ങനെ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം കൂട്ടി വെക്കുകയാണ് ചെയ്യുക. മീൻസ് ക്യാരി ഫോർവേഡ് ചെയ്യും. കാരണം ആ മാസം എടുക്കാതെ അടുത്ത മാസം ഒന്നിച്ചെടുത്തിട്ട് നാട്ടിൽ പോകാം, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വർക്കാണ്. കാരണം ഒരു മാസം നമ്മൾ ഒരു 3-4 ദിവസം നമ്മൾ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ, 4 ദിവസമാണ് കിട്ടുന്നത്, അതായത് എല്ലാ ഓഫും ചേർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ, 4ആയിരുന്നോ 5ആയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ കണ്ടിന്യൂസ്, അതായത് ഒരു മന്തിൽ ലാസ്റ്റിലാണ് നമ്മൾ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് വരെ നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. കാരണം ഒരു ദിവസം ഒന്ന് റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ, ഒരു ദിവസം നമുക്കൊന്ന് വെറുതെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിക്കും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പ്രിന്റിൽ നിന്ന് ഞാൻ പിന്നെ ഓൺലൈനിലേക്ക് മാറി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എനിക്ക് വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലീവ് ആ ഒരു സൺഡേ തന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം എടുക്കുന്നുള്ള രീതിയിൽ എനിക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒരു റിലാക്സ് ഫീലിങ്ങും കാര്യം. കാരണം വീക്കിലി നമുക്കൊരു ഓഫ് ഉണ്ടാവും. അത് സൺഡേ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും. പക്ഷെ വീക്കിലി ഓഫ് എടുക്കാം എന്നുള്ള രീതി. കാരണം എടുക്കാം ഇൻ ദ സെൻസ്, നേരത്തെ ഉള്ള സ്ഥലങ്ങളിലും എടുക്കായിരുന്നു. പക്ഷെ എൻ്റെ സിറ്റുവേഷൻ കാരണമാണ് എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറെ രീതിയിലേക്ക് ജോബ് ചേഞ്ച് ചെയ്തപ്പോൾ, ഓൺലൈനിൽ നിന്നുള്ള രീതിയിലേക്ക് മാറിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വീക്കിലി ഒരു ദിവസം റിലാക്സിങ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അതെനിക്ക് വലിയ രീതിയിലൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. കാരണം വീക്കിലി ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സമാധാനം തരുന്ന കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോബ് മാറി. ഞാൻ പിന്നെ വീണ്ടും ഇപ്പം ഞാൻ പ്രസൻ്റ്ലി ഞാൻ സീനിയർ കോണ്ടന്റ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു അഡ്വർടൈസിങ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം കരിയർ ചേഞ്ച് ചെയ്ത് ജേർണലിസം ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രിന്റ്, ഓൺലൈൻ, അത് കഴിഞ്ഞ് ഞാനിപ്പം കോണ്ടന്റ് റൈറ്റിങ്ങിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് വന്നേക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാപ്പോഴും ആ ഒരു സൺഡേ തന്നെ ഓഫ് ആണ് എനിക്ക്. അതാണ് ഞാൻ ഈ ജോബിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ ദിവസം ഓഫാണ്. കാരണം നമ്മൾ 6 days വർക്ക് ചെയ്യുന്നുണ്ട്. 6 days നമ്മൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
കാരണം പിന്നെ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പണിയെടുക്കുന്നു, പിന്നെ നമ്മളെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമ്മൾ ഓഫീസിൽ പോകുന്നു, പിന്നെ ട്രാവലിങ്ങിൻ്റെ ആ ഒരു ടൈം, അത് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴത്തേക്ക് നൈറ്റ് ആവും. അതിനിടയിൽ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഫുഡും എന്തൊക്കെ വേറെ വർക്കുകളും കാര്യങ്ങളും ചെയ്യണം. പിന്നെ ജിമ്മ്, വീഡിയോ ഷൂട്ടിങ്, എഡിറ്റിങ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ കേസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി നമ്മൾ അങ്ങനെ ആ ഒരു വളരെയധികം പ്രൊഡക്റ്റീവായിട്ടാണ് നമ്മൾ ഈ 6 ദിവസവും നിൽക്കുന്നത്. ഈ 6 ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു 7ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് റിലാക്സ് ആവുകയാണ്. റിലാക്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് നമുക്ക് വെറുതെ ഒന്നിരിക്കാനും കുറേ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ കിട്ടുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. കാരണം എൻ്റെ ഫീൽഡ് അങ്ങനെ ആയതുകൊണ്ടാവാം എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടായി. അങ്ങനത്തെ ഫീൽഡിലല്ല വേറെ ഫീൽഡിലാണ് വർക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ ഈ സൺഡേസിൽ ലീവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കിട്ടിയിട്ട് തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. ഏതൊക്കെ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസം, ഒരു സൺഡേ ആണെങ്കിൽ സൺഡേ, അല്ലെങ്കിൽ നമ്മുടെ അല്ലാതെ സിക്ക് ലീവ്, കാഷ്വൽ ലീവ്, അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെ ഒക്കെ പോട്ടെ. സൺഡേ എന്നുള്ള ആ ദിവസം, ആ സിക്ക് ലീവ് കാഷ്വൽ ലീവ് ഒക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും, അങ്ങനെ അതങ്ങ് പോകും. പക്ഷെ ഈ സൺഡേ എന്ന് പറയുന്നത് നമുക്കുള്ള ദിവസമാണ്, നമ്മൾ കൊടുത്തിട്ടുള്ള ദിവസമാണ്. അന്ന് അത്രയും ദിവസം നമ്മൾ കുക്കിങ് കാര്യങ്ങൾ, അത് ഇത്, വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ തിരക്ക് കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്ത് സൺഡേ എത്തുമ്പോഴത്തേക്ക് മാക്സിമം ഒന്നും ചെയ്യാതിരിക്കുക. അത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുന്നേൽക്കും, രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ സൺഡേ ഞാൻ നേരത്തെ എഴുന്നേൽക്കേയില്ല, ഞാൻ ലേറ്റായിട്ടേ എഴുന്നേൽക്കുള്ളൂ. കാരണം അന്ന് എനിക്ക് ഒന്നും തോട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച്, അയ്യോ നാളെ രാവിലെ എന്ത് കുക്ക് ചെയ്യണം, അല്ല ഇവിടെ എങ്ങനെ പോകണം, അങ്ങനെ ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല. ഒന്നുമില്ലാതെ ഞാൻ അങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് കുറച്ച് ലേറ്റായി എഴുന്നേറ്റിട്ട് അപ്പോഴെന്താണ് നമുക്ക് കുക്ക് ചെയ്യാൻ തോന്നുന്നത് അത് കുക്ക് ചെയ്ത് അത് കഴിച്ച്, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. പിന്നെ ഉച്ചക്ക് അതിന് ശേഷം ഒക്കെ ഉച്ചക്ക് പിന്നെ അതിന് ശേഷം ചായ ഒക്കെ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. പിന്നെ നൈറ്റ് ഞാൻ പിന്നെ ഫുഡ് അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. ഞാൻ വല്ല എഗ്ഗോ അല്ല സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുക. അതുകൊണ്ട് പിന്നെ അതിന് പിന്നെ കുക്കിങ്ങിൻ്റെ വല്ല ടൈമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ പിന്നെ അത് രണ്ടും ഓൾറെഡി നമ്മൾ മുട്ടയാക്കാൻ അത്ര വലിയ സമയമൊന്നും വേണ്ട. പിന്നെ അതുപോലെ പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാവും. പിന്നെ ആ നേരത്തെ ഫുഡൊന്നും, ഉച്ചക്കത്തുള്ള ഫുഡുകളൊന്നും ഞാൻ ഉണ്ടാക്കില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് റിലാക്സ് ആയിരിക്കണം, എനിക്ക് എൻ്റേതായ ഒരു സമയം ഉണ്ടാവണം. അതാണ് ഞാൻ അതിൽ ചിന്തിക്കുന്നത്. അതിലിപ്പോൾ എൻ്റേതായ സമയം എന്ന് പറഞ്ഞാൽ അത് ഫാമിലി ടൈം ആവാം, അല്ല നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുന്നതും ചില്ല് ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെ ആവാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു ടൈം ഉണ്ടാവണം. നമുക്ക് കുറച്ച് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണെങ്കിലും, നമുക്ക് വെറുതെ ഇരുന്നിങ്ങനെ റീല് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാണാനോ, സിനിമ കാണാനോ, അല്ല വേറെ എന്താ കാണാനില്ല അത് കാണുക, പിന്നെ റീലൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കാണുക, ഒന്നും ചിന്തിക്കാതെ എന്താ നെക്സ്റ്റ് എന്താണ് എന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ നമ്മളങ്ങ് കൂൾ ആൻഡ് കാമായിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരുന്നാൽ തന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു പോസിറ്റിവിറ്റിയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ മൺഡേ ടു സാറ്റർഡേ പോലെ തന്നെ നമ്മുടെ സൺഡേയും അങ്ങനെ തന്നെ പോയാൽ പിന്നെ നമ്മൾ എന്ത് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. കാരണം ഇങ്ങനെ നമുക്കൊന്ന് റീഫ്രഷ് ആവണം. എല്ലാവർക്കും ഒരു റീഫ്രഷും റീസ്റ്റാർട്ടും ഉണ്ട്. നമ്മുടെ ഫോണിനുണ്ട്, നമ്മുടെ ലാപ്പിനുണ്ട്, അതുപോലെ എല്ലാ സാധനങ്ങൾക്കും ഉണ്ട് ഒരു റീഫ്രഷ് ആവുന്നത്, ഒരു റീസ്റ്റാർട്ട് ആവുന്നത്. നമ്മൾ അതുപോലെ കിടന്ന് വർക്ക് ചെയ്യുകയാണ് ഈ 6 ഡേയ്സ്. അപ്പം നമുക്കൊന്ന് ലൈഫിൽ നമ്മളൊന്ന് റീഫ്രഷ് ആവണമെങ്കിൽ, റീസ്റ്റാർട്ട് ആവണമെങ്കിൽ നമുക്കൊരു റെസ്റ്റ് ഡേ ഉണ്ടായേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാം, നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഏത് ഏജിലുള്ളവരായിക്കോട്ടെ, ഏത് ജെൻഡറിലുള്ളവരായിക്കോട്ടെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്നവരായാലും കോളേജിൽ പോകുന്നവരായാലും അതുപോലെ
ജോലി ചെയ്യുന്നവരായാലും ആരായാലും നിങ്ങൾക്ക് ആ ഒരു സൺഡേ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറയുന്ന രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അങ്ങ് മാക്സിമം അങ്ങ് കൂളായിട്ട് കാമായിട്ട് അങ്ങ് എന്താ പറയുക എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സമയം നമുക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം ആ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്യാനാണ് റീൽസ് കാണാനാണ് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് ചെയ്യുക. അത് ചെയ്തിട്ട് അല്ലെ ചിലർക്ക് ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാനായിരിക്കും അതാണ് അത്, അല്ലെങ്കിൽ ചിലർക്ക് ഫ്രണ്ട്സിനോട് സ്പെൻഡ് ചെയ്യാനായിരിക്കും അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം എന്താണോ നമുക്ക് നമ്മളായിട്ട് ആ ഒരു ദിവസം കൊടുത്ത് ജീവിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലൈഫ് വളരെയധികം ബോറടിക്കും. നമുക്ക് പിറ്റേന്ന് എഴുന്നേറ്റ് മൺഡേ എഴുന്നേറ്റ് നമുക്ക് ജോലിക്ക് പോകാനുള്ളൊരു എനർജി ഉണ്ടാവണമെങ്കിലും ആ മൺഡേ ടു സാറ്റർഡേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ എനർജി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു റെസ്റ്റ് ഡേ ഒരു ഒരു സൺഡേസിൽ നമ്മൾ കൂളായിരിക്കുന്ന ആ പരിപാടി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം ഞാൻ ആദ്യം ഉണ്ടായിരുന്ന ഫസ്റ്റ് ടൈം ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഉണ്ടായിരുന്നതല്ല ഇപ്പം എൻ്റെ ജോബിൻ്റെ രീതി. അതിൽ ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്താണോ വേണ്ടത് ഓരോരുത്തർക്കും എന്താ വേണ്ടതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് വേണ്ടത് ഇങ്ങനെ ഞാൻ ജോബ് എടുക്കാൻ ഞാൻ വില്ലിങ് ആണ്, ഞാൻ വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ ഒരു വർക്ക് നമ്മുടെ കമ്പനിയിൽ പോയാൽ നമ്മൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് വർക്കിനുള്ള ടൈമാണ്. അവർ നമുക്ക് സാലറി തരുന്നത് നമ്മൾ വർക്ക് ചെയ്യാനാണ്, അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, അത് നമ്മൾ ചെയ്യണം. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ടൈം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എനിക്ക് എന്താണോ വേണ്ടത് എനിക്ക് ഇങ്ങനെ വേണം, ഞാൻ ഇങ്ങനെ മാറേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ഡിപ്രഷൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയത് ചിലപ്പം ഇങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് വേണം എനിക്കെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ ചേഞ്ച് ചെയ്തത് കൊണ്ടാവാം എനിക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടിയതും എനിക്കിപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്കങ്ങനെ ഇങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ എല്ലാ ഡേയ്സിലും ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു എന്താ പറയുക പ്രഷറായി ഒരു പ്രഷർ കുക്കർ പോലെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമുക്ക് ലൈഫ് കുറേ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ഡിപ്രസ്ഡ് ആവും, അതുപോലെ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല ലൈഫിൽ. നമുക്കതൊരു നമുക്ക് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു തോട്ടിലേക്ക് മാറും. അത് കൂടുതൽ നമ്മളെ ഹെൽത്തിനെ ബാധിക്കും, മെൻ്റൽ ഹെൽത്തിനെ ആയാലും ഫിസിക്കൽ ഹെൽത്തിനെ ആയാലും എല്ലാം പോട്ടെ നമ്മളെ പെട്ടെന്ന് ഏജ് ആക്കും. അത് എന്നുവെച്ചാൽ നമ്മളെ സ്ലീപ്പിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, ടോട്ടലി എല്ലാത്തിനും ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങ് വയസ്സന്മാരായി മാറും. അത് ചിലപ്പോൾ നമ്മുടെ തോട്ടിലും വയസ്സന്മാരാവും, നമ്മുടെ ലുക്കിലും നമ്മൾ വയസ്സന്മാരാവും. അങ്ങനെ പല പല ഡിസഡ്വാൻറ്റേജസ് ഇതിന് ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയ ഒരു ഡേ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾക്ക് ആ ഒരു വീക്കിലി ആ ഒരു ലീവേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, ആ ഒരു ഓഫ് ഡേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തിൽ കുറേ കാലം ജീവിക്കാൻ പറ്റൂ. നമ്മൾ 10 വർഷം നമ്മൾ ഇന്നോ നാളെയോ വരെ അല്ലല്ലോ, ഈ ഒരു മാസമോ ഒരു വർഷമോ അല്ലല്ലോ നമുക്ക് ജീവിക്കേണ്ടത്. നമുക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ ലൈഫ്. അപ്പം അത്രയും കാലം പോകാനുള്ള ആ ഒരു ഫ്യൂവല് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള റെസ്റ്റ് ഡേയും ഒക്കെ എടുത്ത് കൂളായിരുന്നിട്ട് മാത്രമേ അതിന് വല്ലതും സാധിക്കുകയുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നത്. എൻ്റെ എക്സ്പീരിയൻസും റെസ്റ്റിന് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഇമ്പോർട്ടൻസും ഒക്കെയാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ എന്നുകൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.